എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചോദിക്കാതെ പറയാതെ കയറി ഇരിക്കുന്നോടാ. നാട്ടിൽ പഞ്ഞം കിടക്കാൻ എന്തെങ്കിലും നിനക്കിവിടെ ജോലിയൊന്നുമില്ല. വലിയ കുപ്പായിട്ട് വന്നിരിക്കുന്നു. അവരോട് വിറക് കീറാൻ പറ. മെനയായിട്ട് വെട്ടി കീറണം. ഒരു ചീള് പോലും കണ്ടുപോകരുത്. പോടാ. എല്ലാം കഴിഞ്ഞു രാസിനെ പെരക്കി പോണം. വെറും വയറ്റിലാണോടാ പോകുന്നേ? ഇച്ചിരി കഞ്ചി കുടിച്ചിട്ട് പോ. വേണ്ട മുത്തിയോടെ പട്ടിണിയാ. കൂലി തന്നാ മതി. രാസൻ വണ്ടി വിട്ടോ. കൂലിയോ? കേട്ടോടി ഇവൻ പറയുന്നേ. കാലം പോയൊരു പോക്കെ കൂലി വേണം പോലും. തെണ്ടിച്ചെറുക്കന്റെ പൂതി കൊള്ളാം. എന്താ ഇവിടെ ഇരുന്നോണ്ട് വെറുതെ മോങ്ങാതെ. നിന്റെ എണ്ണക്കേട് എനിക്കും കിട്ടും. ഇരുട്ടാവുന്നതിന് മുമ്പ് പുറകെ എത്രയും കൂലി എന്ന രാസം വണ്ടി വിട്ടോളാം. കണ്ണയ്യ, അവനോട് വരാൻ പറ. കങ്കാണി വിളിക്കുന്ന ചെല്ലടാ. കൈ നിറയെ തരും. എന്നെപ്പോലെ ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതാണ് തലയെഴുത്ത്. കഷ്ടം. നിന്റെ സ്ഥലം എവിടെയാ? സാരൂര്. നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. കൂടുതലൊന്നും പറയാനില്ലടാ. ഇവിടെ പട്ടിണി കിടന്ന് ചാകണ്ട. ജോലിക്കുള്ള കൂലി, താമസിക്കാൻ വീട്, കിടന്നുറങ്ങാൻ കമ്പിളി പുറപ്പ്, ചോറും ഇറച്ചിക്കറിയും, ഞായറാഴ്ച അവധി. ജോലി പാടില്ലാണോ അമ്പ്രാനെ? പാടുണ്ടോന്ന് ചോദിച്ചാ മൂലക്കുരുളിന് വെളിക്കിറങ്ങുന്നതും പാടുതന്നെയാണ്. ചീര അരിയുന്നത് പോലെ നമ്മുടെ എസ്റ്റേറ്റിലെ തേയില നുള്ളണം. പിന്നെ അതിന്റെ കവരം വെട്ടണം. അത്രേ ഉള്ളൂ. കങ്കാണി എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ. തേയിലെന്നോ എസ്റ്റേറ്റെന്നോ കാശെന്നോ ഒക്കെ. എന്തോരം കാശ് വരാമാനെ? വർഷത്തിലൊരിക്കൽ കണക്ക് നോക്കിയിട്ട് ചുരുക്ക് സഞ്ചിയിൽ ഇട്ട് തരും. ഭദ്രമായിട്ട് കോണത്തിൽ വെച്ചോണം. നാട്ടിലെത്തിയിട്ട് അഴിച്ച് വീട് വെക്കുകയോ ആടുമാട് വാങ്ങുകയോ പെമ്പിള്ളേർക്ക് കമ്മലും മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ ആരെങ്കിലും വെപ്പാട്ടിയായിട്ട് വെക്കുകയോ എന്ത് വേണം ചെയ്യും. വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റൂലേ ഏമാനെ? കാടാണടാ. ഒറ്റയ്ക്ക് അങ്ങനെ വരാൻ പറ്റുമോ? കാശാണ് മുഖ്യം, വീട്ടിലെ വിശേഷമാണ് മുഖ്യം. ഒത്തിരി ദൂരം ഉണ്ടാവോ? എത്ര ദൂരമായ എന്താ യമാനെ? പെമ്പറന്നവരെ കൂടെ കൂട്ടാമോ? ആരാ? നിന്റെ പെണ്ണുമ്പിള്ള തന്നെയാണോ? അതെ 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 അതെ. ആ ധൈര്യമായിട്ട് കൂട്ടിക്കോ. 2 വരുമാനാവും. പിള്ളേര് മാത്രം ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് വരിക. അതിനെയും കൂട്ടിക്കോ. എന്തെങ്കിലുമൊക്കെ ചേർത്ത് തരാന്നേ. അല്ലേ മാനെ? കാട്ടിലെ തണുപ്പിന് കമ്പിളി മാത്രം മതിയോ? കള്ളോ ചാരായ എന്തെങ്കിലും? കറുപ്പില്ലാത്ത വാറ്റ് ചാരായം കിട്ടും. നീയൊന്നും ഈ ജന്മത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. സായിപ്പന്മാരാ ചാരായ ഒഴിച്ചേരുന്നത്. കുടിച്ചിട്ട് മാതാമയുടെ കൂടെ നാടിക്കടാ. വെള്ളക്കാരി ഒന്ന് പിടിച്ചാ നീ പൊടിഞ്ഞു പോകൂടാ.
ഏമാനെ നിങ്ങൾ പറഞ്ഞത് പുറം കൈ നോക്കുന്ന പോലുണ്ട്. വെറും കൈ വീഴ്ച എങ്ങനെ വരുന്നത്? ഇങ്ങനെ കാളം ഉള്ളുന്ന പോലെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നാലേ ഈ വരണ്ട നാട്ടിൽ തന്നെ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും നിങ്ങൾക്ക്. എടാ ചങ്കുറപ്പുള്ളനെ ഭാഗ്യം കടാക്ഷിക്കത്തുള്ളൂ. നീയൊന്നും കയ്യും വീശി വരണ്ട. ഇത് കണ്ടോ 12 മുദ്രപത്രമാ. വിരല് പരിപ്പിച്ച് മുൻകൂർ കാശ് വാങ്ങിച്ചോ. എടുക്കാനുള്ളൊക്കെ എടുത്ത് വേഗം വരാൻ നോക്കടാ. അവിടെ പോയി അമ്മച്ചിയാണ് ഞാൻ കുടിക്കില്ല. കരയല്ലേ? ഇവിടെ വന്ന് അടങ്ങിയിരിക്കും പെണ്ണെ. ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കാതെ പറയുന്ന കേക്ക്. സന്തോഷമായിട്ടിരിക്കെ. ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തേ. കറുപ്പണ്ണി നീ കറിയാതെ ചിരിച്ച മുഖത്തോട് പറഞ്ഞയക്കടി. എടാ ഒട്ടുപെറുക്കേ, എടാ ഒട്ടുപെറുക്കേ, നീ എവിടെയാടാ പോയി തളിഞ്ഞത്? കിളവി നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവനെ വളർത്തിയത്. എന്റെ പൊന്നുമോനെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെടാ നിന്നെ. എന്റെ പൊന്നുമോനെ മുത്തിയെ വിട്ടേച്ച് പോവാണടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ.